ഭാസ്കരേട്ടാ, ഇതാണ് ഈ പൊട്ടന് ലോട്ടറി അടിക്കാന്ന് പറയണത്. മരുമോന്റെ വക 10 ലക്ഷം രൂപയും അമ്മായിപ്പന്റെ വക മോനേന്നൊരു വിളിയും. സന്തോഷം കൊടുക്കുമ്പോഴും സങ്കടം കൊടുക്കുമ്പോഴും കൈ നിറയെ കൊടുക്കും പടച്ചാമ്പരാൻ. അത് മൂപ്പരുടെ ഒരു സ്റ്റൈലാ. അതല്ലെങ്കിൽ ഈ ദിവസം തന്നെ നിന്റെ പൈതല് സൂക്കേട് മാറി വീട്ടിലേക്ക് വരുന്ന വിവരം കുമാരൻ വിളിച്ചു പറയുമായിരുന്നോ? ഭാസ്കരേട്ടാ, സ്വബോധമുള്ള എന്റെ പൈതലിനെ അല്ല എന്റെ ഉമ്മാനെ ഒരു നോക്ക് കാണണം എനിക്ക്. ഇത്രയും കാലം ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ടുവരുന്നൊരു സ്വപ്ന. ഒന്നും മിണ്ടാനും പറയാനും പറ്റില്ലെങ്കിലും കണ്ണു നിറയൊന്ന് കാണണം എനിക്ക്. അതെന്റെ ഒരു ആഗ്രഹ. ഹംസേ, നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ഇടവഴിയിൽ ആദ്യം ഇരുട്ട് വീഴണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നല്ലേ. അതുകൊണ്ട് അക്കാര്യം ഞാൻ ഏറ്റ്. നീ വിഷമിക്കണ്ട. ഹലോ. ഇനിയും വെച്ച് താമസിപ്പിക്കണോ? വേണ്ട, പള്ളിയിൽ നിന്ന് മുക്കറിയും കൂടി ഉണ്ട്, വന്നോട്ടെ. യോഗം എല്ലാം എന്താ പറയാ. എന്നാലും ആത്മഹത്യ ചെയ്യാൻ എന്താ ഉണ്ടായ? ഭ്രാന്ത് മാറിയപ്പോ ഓക്ക് തോന്നിയിട്ടുണ്ടാവും. വിഷം ഉള്ളിച്ചെന്നുള്ള മരണമായതുകൊണ്ട് അധിക നേരം വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ? ഇനിയിപ്പോ കാര്യമായിട്ടാരും വരാനില്ലല്ലോ. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോരെ? ബന്ധുക്കൾ ആരെങ്കിലും, അല്ല പുറത്തുനിന്ന് ആരെങ്കിലും. ഇനിയിപ്പോ ആര് വരാനാ? എന്റെ അറിവിൽ ആരുമില്ല. ഭാസ്കരേട്ടാ, അവൻ വരില്ലേ? ചങ്കില് ജീവനുണ്ടെങ്കിൽ എത്തുമെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഈശ്വര, അവസാനമായിട്ട് ഉമ്മയുടെ മുഖം ഒന്ന് കാണാനെങ്കിലും. ഭാസ്കരേട്ടാ, വേണ്ടതെല്ലാം ഇതിനകം ഏർപ്പാടാക്കിയിട്ടുണ്ടാവുമല്ലോ. അതെ. കരയണ്ട, സാരില്ല, അടുത്തിട്ടുണ്ടാവും. എന്നാലും നോക്ക് കാണാൻ പറ്റില്ലല്ലോ എനിക്ക്.
എന്താടാ ഇത്? പോയില്ലേ ഭാസ്കരേട്ടാ, എല്ലാം പോയില്ലേ. എങ്ങനെ പോറ്റിയതാ ഞാൻ അതിനെ. എന്നിട്ടിപ്പോ നിങ്ങളെല്ലാരും ഉണ്ടായിട്ടും പോയില്ലേ. എന്തിനാടാ കുമാര എന്റെ പൈതൽ അത് ചെയ്തത്? ചെയ്യും, എനിക്കറിയാം. അതുകൊണ്ടാ ഇക്കാലം വരെ ഞാൻ അതിനെ ചികിത്സിക്കാതിരുന്നത്. സ്വബോധം വന്നപ്പോ മനസ്സിലായിട്ടുണ്ടാവും അതെന്റെ ജീവിതം വെറുതെ ആയിപ്പോയിന്ന്. വേററ്റുപോയി, ഹംസാന്റെ വേററ്റുപോയി ഭാസ്കരേട്ടാ. കരയല്ലേ ഹംസ? கண்ணபா எங்க? இவனா? கம் ஆன், டெல் மீ. சார், எனக்கு ஒண்ணுமே தெரியாது. தப்பா நினைச்சிடாதீங்க. என்ன கொண்டுடாதீங்க ப்ளீஸ், ப்ளீஸ் சார். കഥ അറിയാതെ ആട്ടം കാണുന്നവൻ, ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ മാത്രം വിട്ടി, പമ്പര വിട്ടി. ബട്ട് പാവവുമാ. മുഴുഭ്രാന്തിന്റെ ചങ്ങലയിൽ നിന്നും ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ച വെക്കാൻ തുടങ്ങുമ്പോൾ പെരുന്നാളിന്റെ അകമ്പടി ഇല്ലാതെ ഒരു പൊതി കോഴി ബിരിയാണി, അതിലൊരു നുള്ളു വിഷം. മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം ദൂരീകരിക്കാൻ ഇത്രയൊക്കെ മതി ഈ അലക്സിന്. കർത്താവേ, ഈ പാപിയോട് പൊറുക്കണമേ. Don't play with me. കണ്ണ, വന്നിട്ട് ഇവിടെ മിണ്ടാതിരിക്കുക. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? എന്താ നിനക്ക് പറ്റേ? ഒന്നുമില്ല, നല്ല വിശപ്പ്, അതുകൊണ്ടാ. അത്രേ ഉള്ളൂ. നല്ല കരിമീൻ വറുത്തതും ചോറും ഉണ്ട്. വാ, അമ്മ വിളമ്പിത്തരാം. കഴിക്ക്. ഇത് മുഴുവൻ കഴിച്ചിട്ട് ഇവിടുന്ന് എണീറ്റാ മതി അമ്മയുടെ മോൻ. എത്ര കാലായി അമ്മയുടെ കൈകൊണ്ടിങ്ങനെ വിളമ്പി തന്നിട്ട്. കഴിക്കും മോനെ, വയറ് നിറയോളം കഴിക്കൂ. എനിക്കൊരു ഉള്ള വാങ്ങി തരോ? ഇനി മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് വയ്യ. കണ്ണ, അല്ല, ഞാൻ കണ്ണനല്ല. കണ്ണനെ കൊന്നവനാ. എന്റെ ഈ കൈ കൊണ്ടാ അവൻ. സത്യ. ഇത്രയും കാലം കോമാളിയായി ജീവിച്ച എനിക്ക് ഈ അമ്മയെ കൂടി ഒരു കോമാളിയാക്കാൻ വയ്യ. ഞാൻ കണ്ണനല്ല, ഞാൻ അമ്മയുടെ മോനല്ല. ഒന്നും അറിഞ്ഞോണ്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ. തെറ്റാ ഞാൻ ചെയ്തത്. എന്നോട് പൊറുക്കണം അമ്മേ. ഞാൻ അമ്മയോ? ആരുടെ? എന്റെ മകനെ കൊന്നിട്ട് അവര് പകരക്കാരനായി കയറി വന്ന് എന്നെ വഞ്ചിച്ച നിനക്ക് ഞാൻ അമ്മയോ? എന്തിനാണ് ഇത് ചെയ്തത്? നിന്റെ കൂടെ പറഞ്ഞില്ലടാ അവൻ. എന്നിട്ടും ഞാനല്ല, അവനല്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും കാലം എന്റെ മകന് വേണ്ടി ഞാൻ ഒഴുക്കിയ കണ്ണീരിന് പകരാവില്ലടാ നീ പറയുന്ന ഒന്നും.
പോ, ഇറങ്ങി പോ ഇവിടുന്ന്. എനിക്ക് കാണണ്ട നിന്നെ. ഞാനൊന്ന് പറയട്ടെ, അറിഞ്ഞോണ്ട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇറങ്ങി പോകാൻ. ശപിക്കപ്പെട്ടവനാ നീ. ഒരിക്കലും കൂടി പിടിക്കില്ല. പോ, പോകാൻ.